മക്കളെ കിട്ടിയടാ സാർ ഫുള്ള് ഓട്ടത്തിലാട്ടോ. എന്തായാലും എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നാളത്തെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ 4ാമത്തെ ചാപ്റ്റർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണോ 1ാം ലോക യുദ്ധമോ 2ാം ലോക യുദ്ധമോ? ഇതിൽ 1ാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ച് എന്തായാലും ചോദിക്കും. ആ കാരണത്തിൽ ഒരു കാരണമാണ് എന്ത്? ഇമ്പീരിയലിസ്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിട മത്സരം. അതിൽ നമ്മൾ 2 സാമ്രാജ്യത്വ രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സ് അല്ലെ, പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളും. 2 ന്യൂ ഇമ്പീരിയൽ പവർ, പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളും. ഈ പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളായ ഇംഗ്ലണ്ടും ഫ്രാൻസും ഇവരുടെ കൈവശമായിരുന്നു ഏഷ്യയും ആഫ്രിക്കയും അമേരിക്കയും ഒക്കെ അല്ലെ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കാനാണ് ന്യൂ ഇമ്പീരിയൽ പവർ, പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ശ്രമിച്ചത്. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ പറയുമ്പോൾ പല മക്കൾക്കും മാറിപ്പോകുന്നുണ്ട്. ആ പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. അവിടെ ഓൾഡ് ഇമ്പീരിയൽ പവറിന്റെ പേരാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും അല്ലെ. എന്റെ പഴയ ലേന്റെ പേരെന്ത് ചെയ്യുന്ന അറിയോ? ഇഫ്ര. എന്റെ ഭയങ്കര ഫ്രണ്ട് ചെയ്യുന്നു കേട്ടോ, ഓളെ പേരാ ഇഫ്ര. ഇംഗ്ലണ്ട് ഫ്രാൻസ്. എനിക്കിപ്പോ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, എന്റെ സ്വന്തം സുഹൃത്തോട്ടോ, എന്റെ ഉറ്റ സുഹൃത്താ. ഓന്റെ പേരെന്താ അറിയോ? ബിജു ജി. കണ്ടോ എന്താ പറയാ? ബിജു ജി. കണ്ടോ? പുതിയത് ഏതൊക്കെയാണ്? ബെൽജിയം, BI ഇറ്റലി, J ജപ്പാൻ, USA, G ജർമ്മനി. കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാരണങ്ങളും അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഇന്നത്തെ യോണിന്റെ ലൈവിൽ വന്നോ. സാർ കസറും മക്കളോ അടിപൊളിയാക്കും, സെറ്റ് ആവും.